ഒരു കുഞ്ഞു കൊതുക് കടിച്ചാൽ എന്താ അല്ലേ എന്നങ്ങനെയല്ല. ഒരു കൊതുകിന്റെ കടി ഒരു ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇന്ന് വേൾഡ് മലേറിയ ഡേ. അതെ, കൊതുകുകളിൽ നിന്ന് വരുന്ന ഒരു രോഗമാണ് മലേറിയ. മലേറിയയുടെ കൊതുകുകൾ പൊതുവെ ഫ്രഷ് വാട്ടർ, അതായത് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. അതായത് നമ്മളിപ്പം വീട്ടിന്റെ മുകളിലുള്ള വാട്ടർ ടാങ്കുകൾ അതിപ്പോൾ അടച്ചു വെച്ചില്ലെങ്കിൽ അതിന് മുട്ടയിടാവുന്ന സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ പൊതുവെ ക്ലെൻലിനെസ് പാലിക്കുക, ശുദ്ധജലങ്ങൾ സംഭരണികൾ നമ്മൾ അടച്ചു വെക്കുക എപ്പോഴും, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നത്. അതുപോലെ നമ്മളിപ്പോൾ മലേറിയ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ, അതിപ്പോൾ കേരളത്തിൽ പൊതുവെ മലേറിയ കേസുകൾ കുറവാണെങ്കിലും ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മലേറിയ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്, നിങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം പനി അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും മലേറിയ ടെസ്റ്റുകൾ ചെയ്യണം. മലേറിയ നിസ്സാരമായി കാണേണ്ട ഒരു അസുഖമല്ല, മരണം വരെ സംഭവിക്കാം. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളിലും അതുപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിലൊക്കെയാണ് കൂടുതൽ മലേറിയയുടെ കോംപ്ലിക്കേഷൻ കണ്ടുവരുന്നത്. അപ്പൊ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് മലേറിയ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അത് ചികിത്സിച്ച് പൂർണ്ണമായും ഭേദാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കൊതുകുകളില്ലെങ്കിൽ മലേറിയ ഇല്ല. അപ്പോൾ കൊതുകുകൾ മുട്ടയിടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, കൊതുകുകൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അതിനുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള ക്രീംസോ മറ്റോ ഉപയോഗിക്കുക, ഫുൾ സ്ലീവ് വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ശുചിത്വമാണ് മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മലേറിയ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും കേരളത്തിൽ മലേറിയ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകാൻ പറ്റുന്നതാണ്.